ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. 10th പ്രിലിംസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. 2 പാർട്ടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ഇത് 10th പ്രിലിംസ് പോലുള്ള എക്സാമിനേഷൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെതായിട്ടുള്ള PDF നോട്ട് റാങ്ക് ഫയലിന് ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതോടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നമുക്കെന്നാ മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം: വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഓപ്ഷൻ ബി മാൾവ പീഠഭൂമി, ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി പൂർവഘട്ടം. ഉത്തരം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഡെക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി പാലക്കാട്. ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം. അടുത്ത ചോദ്യം: താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 1 സൗരോർജം, 2 ജലത്തിൽ നിന്നുള്ള ഊർജം, 3 കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ: സൗരോർജം, ജലത്തിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം. അടുത്ത ചോദ്യം: ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 1 ചൈന, 2 നേപ്പാൾ, 3 പാകിസ്ഥാൻ, 4 ഭൂട്ടാൻ. ഓപ്ഷൻ എ 1, 4, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 4, 3, ഓപ്ഷൻ ഡി 1, 2, 3, 4. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ നന്ദാദേവി, ഓപ്ഷൻ ബി മൗണ്ട് എവറസ്റ്റ്, ഓപ്ഷൻ സി മൗണ്ട് K2, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. അടുത്ത ചോദ്യം: സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്പ്ലാഷ്, ഓപ്ഷൻ ബി കിക്ക് ഓഫ്, ഓപ്ഷൻ സി ഹൂപ്പ്, ഓപ്ഷൻ ഡി സ്പ്രിന്റ്. ഉത്തരം ഓപ്ഷൻ എ സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്പ്ലാഷ്. അടുത്ത ചോദ്യം: മണികിരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണികിരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്. മണികിരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം: ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി
സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. അടുത്ത ചോദ്യം, പൂക്കോട്ടൂർ യുദ്ധം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂക്കോട്ടൂർ യുദ്ധം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി മൊറാഴ സമരം, ഓപ്ഷൻ സി മലബാർ ലഹള, ഓപ്ഷൻ ഡി പഴശ്ശി കലാപം. ഉത്തരം ഓപ്ഷൻ സി മലബാർ ലഹള. പൂക്കോട്ടൂർ യുദ്ധം മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത്? 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത്? ഓപ്ഷൻ എ നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ, ഓപ്ഷൻ സി ഭാരതീയ കിസാൻ യൂണിയൻ, ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നിജാനന്ദ വിലാസം, ഓപ്ഷൻ ബി ശിവശതകം, ഓപ്ഷൻ സി ദർശനമാല, ഓപ്ഷൻ ഡി ദൈവദശകം. ഉത്തരം ഓപ്ഷൻ എ നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം, ശിവശതകം, ദർശനമാല, ദൈവദശകം. ഇതിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് നിജാനന്ദ വിലാസം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. കോളം എ 1 ബ്രഹ്മസമാജം, 2 ആര്യസമാജം, 3 പ്രാർത്ഥനാ സമാജം, 4 ബ്രഹ്മസമാജം. കോളം ബി 1 ദയാനന്ദ സരസ്വതി, 2 ആത്മാറാം പണ്ഡുരംഗ്, 3 കേശവചന്ദ്ര സെൻ, 4 രാജാറാം മോഹൻ റോയ്. ഉത്തരം ഓപ്ഷൻ ഡി 1 4, 2 1, 3 2, 4 3. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡുരംഗ്, ബ്രഹ്മസമാജം കേശവ് ചന്ദ്ര സെൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്തായിരുന്നു? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം, ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ബർദോളി സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ജീവകം കെ, ഓപ്ഷൻ ബി ജീവകം ഡി, ഓപ്ഷൻ സി ജീവകം എ, ഓപ്ഷൻ ഡി ജീവകം ബി. ഉത്തരം ഓപ്ഷൻ ബി ജീവകം ഡി. ജീവകം ഡിയുടെ അഭാവം മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി മീഥേൻ, ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഉത്തരം ഓപ്ഷൻ ബി നൈട്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് നൈട്രജൻ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം?
ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി ത്വക്ക്, ഓപ്ഷൻ ഡി കരൾ. ഉത്തരം ഓപ്ഷൻ എ വൃക്ക. താഴെ തന്നിരിക്കുന്നവയിൽ വൃക്കയാണ് മനുഷ്യൻ്റെ പ്രധാന വിസർജന അവയവം. അടുത്ത ചോദ്യം, ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നമേത്? ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നമേത്? ഓപ്ഷൻ എ പശ, ഓപ്ഷൻ ബി പ്ലൈവുഡ്, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി മെഴുക്. ഉത്തരം ഓപ്ഷൻ സി പെട്രോൾ. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം പെട്രോൾ. അടുത്ത ചോദ്യം, ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. 1. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. 2. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. 3. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. 4. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 4 എന്നിവ മാത്രം. ഉത്തരം ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസ സമയം നടക്കുന്ന പ്രക്രിയകൾ ശരി. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ക്ഷയം എയ്ഡ്സ്, ഓപ്ഷൻ ബി എയ്ഡ്സ് മലേറിയ, ഓപ്ഷൻ സി നിപ്പ എയ്ഡ്സ്, ഓപ്ഷൻ ഡി ക്ഷയം നിപ്പ. ഉത്തരം ഓപ്ഷൻ സി നിപ്പ എയ്ഡ്സ്. ചുവടെ തന്നിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്നത് നിപ്പ എയ്ഡ്സ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. 1. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. 2. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. 3. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. 4. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓപ്ഷൻ എ 2, 4 എന്നിവ, ഓപ്ഷൻ ബി 2, 3 എന്നിവ, ഓപ്ഷൻ സി 4 മാത്രം, ഓപ്ഷൻ ഡി 1, 2 എന്നിവ. ഉത്തരം ഓപ്ഷൻ സി 4 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നതാണ് തെറ്റായ പ്രസ്താവന. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ റൂദർഫോർഡ് എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ജലപ്രവാഹത്തിൽ കഴുകൽ, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ, ഓപ്ഷൻ ഡി ലീച്ചിങ്. ഉത്തരം ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയ. അടുത്ത ചോദ്യം, കാൽസ്യത്തിൻ്റെ ബാഹ്യതമാ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? കാൽസ്യത്തിൻ്റെ ബാഹ്യതമാ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ ഡി 4. കാൽസ്യത്തിൻ്റെ ബാഹ്യതമാ ഷെല്ലിൻ്റെ നമ്പർ 4. അടുത്ത ചോദ്യം, ഡ്യൂറ്റീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഡ്യൂറ്റീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 2. ഉത്തരം ഓപ്ഷൻ സി 1. ഡ്യൂറ്റീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1. അടുത്ത ചോദ്യം, ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്, ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ്,
ഓപ്ഷൻ ഡി സാക്കറിൻ. ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയേറ്റ്. നമ്മുടെ ഈ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. കിട്ടിയ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള PDF നോട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്